അമ്മേ, ഞാനേ അവിയലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ ഞാൻ അലക്കിയിട്ട് വന്നിട്ട് മുറിക്കാം. ഞാനേ തുണി അലക്കാൻ വേണ്ടിട്ട് പോവാ പുറത്തേക്ക്. അലക്കാൻ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങണ്ട. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്യും. പിന്നെ നീ മൊത്തവും നനയും. മെഷീനല്ലേ ഉള്ളത്, മെഷീനകത്ത് ഇട്ടാൽ മതി തുണിയെല്ലാം കൂടി ഈ മഴക്കാലത്ത്. മെഷീനകത്ത് അലക്കിയാൽ എനിക്കൊരു തൃപ്തിയും വരൂല അമ്മേ, വൃത്തിയാവൂല. കല്ലിൽ അലക്കിയാലേ തുണി വൃത്തിയാവുള്ളൂ. അമ്മയുടെ പുതപ്പ് അലക്കാനില്ലേ? എടുക്കട്ടെ? ആ വേണ്ട, അലക്കണ്ട ഇപ്പം. എങ്കിൽ പോയി ഞാൻ അലക്കിയിട്ട് വരാം. ഞാൻ വന്നിട്ട് മീൻ വൃത്തിയാക്കിക്കോളാം, അമ്മ വൃത്തിയാക്കണ്ട. എന്റെ ദൈവമേ, നല്ലൊരു ആലോചന വരുന്നതായിരുന്നെങ്കിൽ ഇതിനെ അങ്ങ് കെട്ടിച്ച് വിട്ടേക്കായിരുന്നു. ഉം. വയസ്സ് 35ആയി. ഇളയതിന്റെ കല്യാണം കഴിഞ്ഞതിന് പിള്ളേരും രണ്ടായി. അല്ല, പഠിപ്പുണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇത് പഠിപ്പും ഇല്ല, ജോലിയും ഇല്ല. ആകെ മനുഷ്യൻ ആദിയാ. അല്ല, എവിടെ മൂത്ത് പോണ് സുചിത്ര? അവള് പശുവിന് പുല്ലിന് പോയേക്കുവാ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ആ പെണ്ണിനെ ഇങ്ങനെ പശുവിന്റെ പുല്ലും പറിച്ച് പിന്നെ കോഴീനെ വളർത്തി ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? അതിനെ നിങ്ങൾ കെട്ടിച്ചു വിടാൻ ഒരു പ്ലാനും ഇല്ലേ? ഏ എന്ത് ചെയ്യാനാ എന്റെ രുക്കു? ഇളയവളുടെ കല്യാണത്തിന് മുമ്പ് മൂത്തവളുടെ നടത്തണമെന്ന് തന്നെ വിചാരിച്ചതാ. അന്നേരം അവൾക്ക് ഒത്തിരി ആലോചന വരികയും ചെയ്തു. അന്നേരം ഇപ്പൊ വേണ്ട, അവളുടെ നടത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ, പിന്നെ ഇപ്പൊ പ്രായവും ഇത്രയായി, 35 വയസ്സായില്ലേ. ഇളയ മകള് പിന്നെ ഒരുത്തനെ പ്രേമിച്ചു. അപ്പൊ ചെറുക്കന്റെ വീട്ടുകാരിപ്പൊ കല്യാണം വേണം തിരക്ക് വെച്ചുകൊണ്ട് അതിനെ കെട്ടിച്ചു വിട്ടു. എന്നും പറഞ്ഞിട്ട് മൂത്ത മോളെ കെട്ടിക്കണ്ടേ? ഇളയതിനെ കെട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞ് മൂത്തേനെ ഇങ്ങനെ നിർത്താനാണോ ഉദ്ദേശം? എന്റെ രുക്കു, നിന്റെ പരിചയത്തിലെങ്ങാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, കല്യാണം അങ്ങ് നടത്തിയേക്കാം. ഇപ്പൊ ആണെങ്കിൽ ഒരു മെനയുള്ള ഒരാലോചനയോട്ട് വരുന്നുമില്ല. അതാ. ഓ, ഇനിയിപ്പൊ എങ്ങനത്തെ ചെറുക്കനെ കിട്ടാനാ? വല്ല രണ്ടാം കെട്ടുകാരനോ എന്തെങ്കിലും കുറവുള്ളതിനെയൊക്കെ ചെറുക്കനെ നോക്കേണ്ടി വരും. രുക്കു, പിന്നല്ലാതെ. പെണ്ണിപ്പൊ കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞു, നീ അതങ്ങ് സമ്മതിച്ചു. ഇനിയിപ്പൊ അങ്ങനത്തെ അല്ലാതെ നല്ല ആലോചന വരുന്നത് ഇനി വരുമോ പെണ്ണിന്? പ്രായം ഇത്രയായില്ലേ. എന്നാലും എന്റെ സുശീലേ, എനിക്കൊന്നേ പറയാനുള്ളൂ. അതുകടെ അച്ഛനില്ലാത്തതുകൊണ്ടല്ലേ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഈ മൂത്ത മോളെ ഇങ്ങനെ കല്യാണം കഴിപ്പിക്കാതെ നിർത്തും. ഏ ഇളയതിനെ കെട്ടിച്ചു വിട്ടെങ്കിൽ അതിന്റെ പുറകെ മൂത്തേനും ഒരു കല്യാണം നടത്താൻ നോക്കിയേനെ. ഇത് നിന്റെ പിടിപ്പുകാരാന്നേ എല്ലാരും പറയുള്ളൂ. അത്രേ ഉള്ളു കാര്യം. എന്റെ പൊന്നു വാസന്തി, ഒരു രണ്ടാം കെട്ടുകാരനെ അല്ലാതെ വേറെ ആരെയും കിട്ടിയേരെ എന്റെ മോക്ക്. ഏ രണ്ടാം കെട്ടുകാരനാണെങ്കിൽ എന്താ കുഴപ്പമെന്നാ ഞാൻ ചോദിക്കുന്നത്. ആ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ കുടുംബത്തെ പറ്റി. അത്രയും നല്ല കുടുംബക്കാർ ആ നാട്ടില് വേറെ ഇല്ല. നല്ല പൂത്ത കാശുണ്ട്. പിന്നെ ചെറുക്കന് ഗവൺമെന്റ് ജോലിയുണ്ട്. ഒരു കൊച്ചും ഉണ്ടല്ലോ. അത് പിന്നെ ആദ്യത്തെ ഭാര്യ പാമ്പ് കടിച്ച് മരിച്ചെന്നേ. അതുകൊണ്ടല്ലേ. ആ എന്നും പറഞ്ഞിട്ട് നല്ല ആസ്തിയുള്ള കൂട്ടരാ. നടന്നാ മോളുടെ ഭാഗ്യം. എനിക്ക് അത്രേ പറയാനുള്ളൂ. പാമ്പ് സ്വമനസാര കടിച്ചതാണോ അതോ പാമ്പിന് കൊട്ടേഷൻ കൊടുത്ത് കടിപ്പിച്ച് കൊന്നതാണോ? എന്താന്ന്? പാമ്പിനെ കൊണ്ട് മനഃപൂർവ്വം കടിപ്പിച്ച് കൊന്നതാണോന്ന് ആദ്യ ഭാര്യനെ. ഇനിയിപ്പോ അങ്ങനെയൊക്കെയാണല്ലോ വാർത്തയിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. ഷോ, ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് പറമ്പിലെങ്ങാണ്ടും വെച്ചിട്ട് പിന്നെ പാമ്പ് കടിച്ചതാ. അത് ചെറുക്കന്റെ വീട്ടിലെ പറമ്പിൽ നിന്നല്ല. ആ പെണ്ണിന്റെ വീട്ടിൽ പോയെടുത്ത് പെണ്ണിന്റെ വീട്ടിലെ പറമ്പിൽ നിന്ന് കടിച്ചതാണ്. എന്നാലും അത് വേണ്ട വാസന്തി, എനിക്ക് അങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അതൊരു കൊച്ചുള്ള രണ്ടാം കെട്ടുകാരൻ എന്ന് പറയുമ്പോഴേ, കൊച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ നോക്കായിരുന്നു രണ്ടാം കെട്ടുകാരനാണെങ്കിലും. അത്രയും വിശാല മനസ്കതിയൊന്നും എനിക്കില്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു അമ്മയല്ലേ. എന്റെ മോക്ക് 35 വയസ്സുണ്ട്, ശരിയാ. പക്ഷെ ആദ്യത്തെ കല്യാണമല്ലേ. ആ എന്റെ സുശീലേ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. കാര്യം പറയുന്നവർക്ക് പറയാം, ഒരു കൊച്ചുണ്ടെങ്കിൽ ഇപ്പൊ എന്താ, പിന്നെ അതിനെ നോക്കി വളർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അമ്മമാരുടെ മനസ്സ് സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ എപ്പോഴും സ്വാർത്ഥരാകും. അത് നേരെ. ആ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വേറെ നോക്കാം കേട്ടോ. ആ, നീ സമാധാനപ്പെട്. ഉം. അമ്മ എന്താ അമ്മ ഈ ആലോചിച്ചു കൂട്ടുന്നേ? എനിക്ക് എന്താ ആലോചിച്ചു കൂട്ടാനുള്ളത്? ഞാൻ നിന്റെ കല്യാണക്കാരി ആലോചിക്കുമായിരുന്നു. ഇനി നിന്നെ ഇങ്ങനെ നിർത്തിയാൽ ശരിയായില്ല. എന്തായാലും നിന്റെ കല്യാണം നടത്തണം. നാട്ടുകാരൊക്കെ എന്നെയാ കുറ്റം പറയുന്നത്. നിന്റെ കൂട്ടുകാരി വീണാനെ ഞാൻ കണ്ടായിരുന്നു ഇന്ന്. അവളുടെ മൂത്ത കൊച്ചി 8ാം ക്ലാസ്സിലായി. ഹൈസ്കൂളിലായിരുന്നു. നിന്റെ ഒപ്പം പഠിച്ചതല്ലേ അവള്. എന്റെ കല്യാണത്തെ കുറിച്ച് അമ്മ ആലോചിച്ച് തല പുണ്ണാക്കണ്ട. എനിക്കിനി കല്യാണം ഒന്നും വേണ്ടമ്മേ. പിന്നെ എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? എന്റെ കാലം കഴിഞ്ഞ നിനക്ക് ആരാ ഉള്ളതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വരുമാനമോ ജോലിയോ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് അതും ഇല്ല. എനിക്ക് തണ്ണുണ്ട്. ഞാനേ പെറ്റ തള്ളയാ. എനിക്ക് നിന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു വിധം മനസമാധാനവും ഇല്ല. ഞാൻ പശുവിനെയും കോഴീനെയും ഒക്കെ വളർത്തുന്നുണ്ട്. അതിനകത്ത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനമുണ്ട്. പിന്നെ ഞാൻ തയ്ക്കുന്നുണ്ടല്ലോ, അതിനകത്തും വരുമാനമുണ്ട്. ഒരു മാസം എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ലാത്ത വരുമാനം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താ? അവളുടെ ഒരു പശുവും കോഴി. നിന്റെ അനിയത്തി വരുന്നുണ്ട് ഇന്ന്. അവള് വരുന്ന കാര്യം എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. അവളങ്ങനെ ചുമ്മാ വരുന്നൊന്നുമല്ല, നിനക്കൊരു കല്യാണാലോചന കൊണ്ട് വരുന്നതാ. അമ്മ, ഇനി ഒരു കല്യാണത്തിനൊന്നും എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ പ്രായം ഇത്രയായി. ഇനിയിപ്പൊ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു വിചാരമൊന്നും എനിക്ക് ഇല്ലാണ്ടായി. എന്ത് പ്രായമായെന്ന്? ചെറുക്കിന് 40 വയസ്സുണ്ട്. ഇതിനെപ്പോലെ ഇപ്പൊ കല്യാണം വേണ്ട ഇപ്പൊ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിന്നതാ ഊരും. അങ്ങനെ ഇപ്പം കെട്ടണം എന്ന് തോന്നി. ഇപ്പൊ നല്ല ആലോചനകളൊന്നും വന്നുമില്ല, അങ്ങനെ കെട്ടിയുമില്ലെന്ന്. അങ്ങനെ 40 വയസ്സായി. 40 വയസ്സൊന്നും പ്രശ്നമില്ല. നിനക്ക് 35 വയസ്സായില്ലേ. അപ്പൊ പിന്നെ എന്നാ കുഴപ്പം?
നല്ല ജോലിയുണ്ട്, കുഴപ്പമില്ലാത്ത കുടുംബമാണ്, അത്യാവശ്യം സാമ്പത്തികം ഒക്കെ ഉണ്ട്. ഞാൻ കേട്ടിടത്തോളം നല്ലതാ. ഒത്തു വന്നാൽ ഞാനിത് നടത്തും. ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, ആരുടെ സമ്മതം ഞാൻ നോക്കിയാല, ഞാൻ നടത്തും. എടി ചേച്ചി, നിന്റെ കല്യാണം കഴിയാത്തോണ്ട് എനിക്ക് എന്ത് വിഷമമുണ്ടെന്ന് നിനക്കറിയാം. എന്റെ ഗതികേട് കൊണ്ട് എനിക്ക് ആദ്യം കല്യാണം കഴിക്കേണ്ടി വന്നു. ഇപ്പൊ പിള്ളേരും രണ്ടായി. നീ എന്താ കല്യാണം കഴിക്കാത്തത്, നിന്റെ ചേച്ചി എന്താ കല്യാണം കഴിക്കാത്തത്, എന്നോട് എല്ലാവരും ചോദിക്കുമ്പോ എനിക്ക് എന്ത് വിഷമമുണ്ടെന്നറിയോ. എന്റെ പൊന്നു സുമി, എനിക്ക് കല്യാണം കഴിക്കേണ്ട മൂടൊക്കെ പോയടി. അതിൽ നിനക്ക് എപ്പോഴാ മൂടുണ്ടായിരുന്നത് കല്യാണം കഴിക്കാൻ? അതൊക്കെ വന്നായിരുന്നു, പിന്നെ പറയാൻ ചമ്മലായതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാ. ഇതേ മിണ്ടരുത്. കല്യാണം ആലോചിക്കുമ്പോ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവള് പറയുന്നത് നോക്കിക്കേ. എടി, ഒരു 10-27 വയസ്സൊക്കെ ആയപ്പം എന്നാ ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ എനിക്ക് അമ്മയോടൊക്കെ പറയാൻ ചമ്മലായതുകൊണ്ടാ. ആ സമയത്താണ് ഇങ്ങോട്ടൊരു ആലോചന വന്നുമില്ല. പിന്നെ 30 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി കല്യാണം ഒന്നും വേണ്ടാന്നുള്ളൊരു മൈൻഡ് ആയി എനിക്ക്. ഇപ്പൊ കല്യാണം കഴിക്കാനൊന്നും തോന്നുന്നില്ലടി. നീ പിന്നെ രാഹുലിനെ പ്രേമിച്ചത് കൊണ്ടിട്ട് അവരുടെ വീട്ടുകാർ തിരക്ക് വെച്ചുകൊണ്ട് 20 വയസ്സായപ്പോ നിന്നെ കെട്ടിച്ചും വിട്ടു. ഞാൻ 20 വയസ്സായപ്പോ കല്യാണം കഴിച്ച് പോയെങ്കിലും ഞാൻ അത് കഴിഞ്ഞിട്ട് പഠിച്ച് ജോലിയൊക്കെ വാങ്ങിയില്ലേ. എനിക്ക് പിന്നെ പഠിക്കാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയി. എത്ര തവണ ഞാൻ +2 എഴുതി, ജയിച്ചോ? അവസാനം മടുത്തിട്ട് നിർത്തി. എന്നെ ഈ പശുവിനെ വളർത്താനും തയ്ക്കാനും ഒക്കെ കൊള്ളുള്ളൂ. നീ നിന്റെ കോംപ്ലക്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്ക്. നീ ഇപ്പൊ തയ്ക്കുന്നുണ്ട്. തീരെ ബുദ്ധിയില്ലാത്തവർ ചെയ്യുന്ന പണിയെ തയ്യലെന്നുള്ളത്. തയ്ക്കണമെങ്കിൽ നല്ല ബുദ്ധിയൊക്കെ വേണം. അളവെടുത്ത് തയ്ക്കാനും മുറിക്കാനും ഒക്കെ നല്ല ബുദ്ധി വേണം. അതൊക്കെ നിനക്ക് ആവശ്യത്തിന് ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് എന്തായാലും നീ കല്യാണത്തിന് റെഡി ആയിക്കോ. ഒരു കൂട്ടരത് പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ആരുടെ? എന്നെ. എടി, നിന്നെ അല്ലാണ്ട് എന്നെയാണോ? എന്റെ കല്യാണം കഴിഞ്ഞില്ലേ? എടി വേണ്ടടി. ചെറുക്കൻ വരുന്നില്ല. ചെറുക്കൻ 28-ാം തീയതിയേ വരുള്ളൂ. അപ്പൊ ചെറുക്കന്റെ അമ്മയാണോ വരുന്നത്. നിന്റെ ഫോട്ടോ കണ്ടിട്ട് ചെറുക്കൻ ഇഷ്ടപ്പെട്ടു. അപ്പൊ അമ്മയോട് വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് അമ്മ വരുന്നത്. അപ്പൊ അമ്മ വരും 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. നോക്കിക്കോ, എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയും. എന്നോട് ചോദിക്കാതെ നീ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നിങ്ങളുടെ മകനെ വേറെ പെണ്ണ് അന്വേഷിച്ചു, എന്നോട് പറയാതാണ് ഈ ആലോചന വന്നത് ഞാൻ ഉറപ്പായിട്ട് അവരോട് പറയും. നോക്കിക്കോ, നീ ഒന്നും പറയണ്ട കേട്ടല്ലോ. മര്യാദക്ക് റെഡി ആയി നിന്നു. എന്റെ മൂത്ത മോനെ മോളെ, ഇളയത്തുങ്ങളെയൊക്കെ കെട്ടിച്ച് പെങ്ങന്മാരായിരുന്നല്ലോ. അവരെയൊക്കെ കെട്ടിച്ച് അവൻ അങ്ങനെ കെട്ടാതെ നിന്ന് പോയി 40 വയസ്സ് പോയതാ. അല്ല, മോളെന്താ പിന്നെ കല്യാണം വേണ്ടെന്ന് വെച്ചത്? അത് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ നഖവും കടിച്ച് തുപ്പിക്കൊണ്ടിരിക്കുന്നത്? വിധിച്ചതാണെങ്കിൽ നടക്കും, അല്ലെങ്കിൽ നടക്കുകയില്ല, അത്ര തന്നെ. ഓ എന്റെ അമ്മേ, ചേച്ചി, അവരോട് എന്ത് പറയുമെന്ന് ഓർത്തിട്ട് എനിക്ക് പേടി. അവരുടെ മുഖത്ത് നോക്കി പറയുമെന്ന് കല്യാണത്തിന് താല്പര്യമില്ല, മകന് വേറെ പെണ്ണ് നോക്കിക്കോ എന്നൊക്കെ പറയുമെന്ന്. നമ്മൾ നിർബന്ധിച്ച് നടത്തുന്ന പെണ്ണ് കാണലല്ലേ, അതാ എനിക്കൊരു ടെൻഷൻ. അങ്ങനെയൊന്നും അവള് പറയല. അതിന് മാത്രമുള്ള ധൈര്യമൊന്നും അവക്കില്ല. അങ്ങനെ എതിർത്തൊന്നും സംസാരിക്കൊന്നുമില്ല, അവള് മിണ്ടാതിരിക്കുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. ചേച്ചി എന്തെങ്കിലും അവരോട് പറഞ്ഞാലേ നാണം കെടാൻ പോകുന്നത് ഞാനാ. ഷോ, രാഹുലിന്റെ വല്യച്ഛന്റെ ഭാര്യയുടെ ബന്ധത്തിലുള്ളതാ, അറിയാമോ അമ്മയ്ക്ക്? എടി പെണ്ണെ, കല്യാണത്തിന് സമ്മതമല്ല, താല്പര്യം ഇല്ലാന്നൊന്നും അവള് മുഖത്ത് നോക്കി പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളൊന്നും പറയൊന്നുമില്ല. നീ ഇങ്ങനെ ആദ്യം പിടിക്കാതിരിക്കെ. എനിക്കൊരു സമാധാനമില്ല. ഞാനേ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മുറിക്കാത്തിരുന്ന് സംസാരിക്കുന്നതുകൊണ്ട് ആകെ ഒരു ടെൻഷൻ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്നാ പിന്നെ വേഗം പോയി നോക്കിയിട്ട് വാ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടിട്ട് സഹായിക്കേ, ചായയൊക്കെ. ആ, പോ അമ്മ അവിടുന്ന്. ഈ അമ്മയുടെ ഒരു കാര്യം. ഇപ്പൊ സമാധാനായില്ലേ? വീഡിയോ കോൾ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? അതാ അമ്മ പറഞ്ഞതേ. ഓക്കെ ആയി, ഓക്കെ ആയി. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ. ആ പിന്നെ അല്ല, അപ്പൊ കല്യാണത്തിന് ഓക്കെ ആണോ ചേച്ചി? ഒരു കുഴപ്പമില്ല. കല്യാണം ഒരു കാര്യം ചെയ്യും, ചിങ്ങത്തിലങ്ങ് നടത്താം. അവർ രണ്ടുപേരും വീഡിയോ കോൾ വിളിച്ച് സംസാരിച്ച് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. ഇനി കല്യാണം നടത്തിയാൽ മതി. പിന്നെ ഒക്കുവാണെങ്കിൽ ചിങ്ങത്തിൽ നടത്താന്നാ ഞങ്ങള് വിചാരിക്കുന്നതേ. കുറച്ച് നേരത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല. കേട്ടോ പറഞ്ഞത്? നേരത്തെ ആയാലും ഞങ്ങൾക്കും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ അവനും കുഴപ്പമില്ലെന്നാ പറയുന്നേ. അയ്യേ, ഓവർ. കല്യാണത്തിന് താല്പര്യമില്ലെന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും. അയ്യേ, എന്നിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം വേണമെന്ന്.